ഹേ ഗായ്സ്, നമ്മളിന്നൊരു മഷ്റൂം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോണേ. ഇതിന്റെ ഓൺ പ്രിപ്പറേഷനും എന്റെ തന്നെ കണ്ടുപിടുത്തം ഉണ്ടോ. അപ്പൊ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നുള്ളത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. മഷ്റൂം നമ്മളിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് വീട്ടിൽ മേടിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം മേടിച്ചപ്പോഴേക്കും മഷ്റൂം മസാലയാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഒന്ന് വെറൈറ്റി ആയിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ എന്ന്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ വീട്ടിൽ സാൻഡ്വിച്ച് തന്നെയായിരുന്നു. അതിന്റെ എല്ലാ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അവക്കാഡോ, അതുപോലെ ചീസ് സാൻഡ്വിച്ച്. ഇന്നിപ്പോ മഷ്റൂം വാങ്ങിച്ചപ്പോഴേക്കും നമുക്കൊരു മഷ്റൂം സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ റെസിപ്പീസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യണമെന്നല്ല. അതിന്റെ കംപ്ലീറ്റ് പ്രൊസീജിയർ അതേപോലെ തന്നെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തിട്ടേക്കുന്നത്. പൊതുവേ നമ്മൾ മഷ്റൂംസ് വീട്ടിൽ വാങ്ങിക്കുന്നത് കുറവായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, മഷ്റൂംസിന് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്. കാരണം ഒരു 1/4 കിലോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാലും അത് വെള്ളമൊക്കെ വെറ്റി കറി വെച്ച് വരുമ്പോഴേക്കും ഒരു 100 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ്. അപ്പൊ ക്വാണ്ടിറ്റി വൈസ് നോക്കാൻ നേരത്ത് മഷ്റൂം അത്ര വെറുതെയല്ല ഇൻ ദ സെൻസ് ഓഫ് കറിയൊക്കെ വെക്കുമ്പോൾ. അല്ലാത്ത പക്ഷം നമുക്കിപ്പോ സാൻഡ്വിച്ച് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണോട്ടാ. അമ്പോ